നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫുൾഹാമിനെ അവർ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരങ്ങളായ ബ്രൂണോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ്, ഡയാലോ, മേസൺ മൗണ്ട് എന്നിവരൊക്കെയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ അവരുടെ എതിരാളികൾ ബ്രൈറ്റൺ ആണ്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റ നിരക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ യുണൈറ്റഡ് താരമായിരുന്ന ഗോർഡൻ സ്ട്രാഷൻ. അതായത് മുന്നേറ്റ നിര താരങ്ങൾ എതിരാളികളെ പ്രസ് ചെയ്യുന്നില്ല എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. മെസ്സി, നെയ്മർ, എംബപ്പെ കൂട്ടുകെട്ടിനെ ഇവരുമായി ഒരു താരതമ്യം അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗോർഡൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ആഴ്സണൽ എന്നീ ടീമുകളുടെ കളിയൊക്കെ ഞാൻ നിരീക്ഷിച്ചിരുന്നു. ബോൾ കൈവശമില്ലാത്ത സമയത്ത് അവരുടെ മുന്നേറ്റ നിര താരങ്ങൾ നന്നായി പ്രസ് ചെയ്യുന്നുണ്ട്. പന്ത് തിരിച്ചെടുക്കാൻ വേണ്ടി വളരെ അഗ്രസീവായ രൂപത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുമുണ്ട്. എതിരാളികളെ മിസ്റ്റേക്കിലേക്ക് തള്ളിയിടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റ നിര താരങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അവർ അലസരാണ്. എതിരാളികളെ പ്രഷറിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ ആറ്റിറ്റ്യൂഡ് അത് ഒരിക്കലും ഗുണകരമല്ല. റയലിൻ്റെ എല്ലാ താരങ്ങളും നന്നായി പ്രസ് ചെയ്യും. മുൻപ് PSG-യിൽ ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മെസ്സിയും നെയ്മറും എംബപ്പയും ടീമിനെ ഡിഫെൻസീവ്ലി സഹായിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളൊന്നും നേടാൻ കഴിയാതെ പോയത്. അവരെയാണ് ഇപ്പോൾ ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റ നിര ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ താരങ്ങളും നിർബന്ധമായും ടീമിനോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടതുണ്ട്. ഇതാണ് മുൻ യുണൈറ്റഡ് താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ സിർക്സി നേടിയ ഗോളായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം സമ്മാനിച്ചിരുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് യുണൈറ്റഡും ബ്രൈറ്റണും തമ്മിൽ ഏറ്റുമുട്ടുക. ബ്രൈറ്റൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.